ക്രിസ്തു യേശുവിനാൽ അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരിമാരെ, ഏവർക്കും കർത്താവ് യേശുവിന്റെ നാമത്തിൽ സ്നേഹ വന്ദനം ചെയ്യുന്നു. നിങ്ങളേവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. നാം ഇപ്പോൾ ചിന്തിക്കുന്നത് യോശുവയുടെ പുസ്തകം 6-ാം അധ്യായം അതിന്റെ 1 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ. ഹല്ലേലൂയ. വാഗ്ദാന ദേശമായ കാനാൻ ദേശത്തേക്ക് ഇസ്രായേൽ ജനങ്ങളെ നയിക്കുന്നതിന് മുമ്പായി ജെറിക്കോ നഗരം പിടിച്ചടക്കുക എന്നത് ഒരു ശ്രമകരമായ കാര്യമായിരുന്നു. കാരണം ആ നഗരത്തിന് 25 അടി ഉയരവും 6 ഇഞ്ച് കനവുമുള്ള 2 മതിൽക്കെട്ടുകളുണ്ടായിരുന്നു. ഈ 2 മതിൽക്കെട്ടിനാൽ ആ നഗരം സുരക്ഷിതമായിരുന്നു. എന്നാൽ കർത്താവ് പറഞ്ഞ അനുസരിച്ച് ഇസ്രായേൽ ജനങ്ങൾ പ്രവർത്തിച്ചു. അവർ 6 ദിവസം ഓരോ പ്രാവശ്യം ആ നഗരം വലയം വയ്ക്കുകയും 7-ാം ദിവസം 7 പ്രാവശ്യം വലയം വയ്ക്കുകയും കാഹളം മുടങ്ങിയപ്പോൾ അട്ടഹസിക്കുകയും ചെയ്തു. അപ്പോൾ മതിൽക്കെട്ട് തകർന്നു വീണു. ജെറിക്കോ മതിൽ തകർന്നു വീണു. അവർ ആ നഗരം പിടിച്ചടക്കി. വിജയം കർത്താവ് അവർക്ക് നൽകി. നമ്മുടെ ജീവിതത്തിൽ ഏത് പ്രശ്നവുമായിക്കോട്ടെ, എന്ത് പ്രതിസന്ധിയുമായിക്കോട്ടെ, കർത്താവിന്റെ തിരുസന്നിധിയിൽ കണ്ണീരോട് നീ പ്രാർത്ഥിച്ചാൽ ജെറിക്കോ മതിൽ ഇടിഞ്ഞു വീണതുപോലെ നമ്മുടെ പ്രശ്നങ്ങൾ തകർന്നു വീഴും. നമ്മുടെ മുമ്പിൽ നിന്ന് മാറിപ്പോകും, നമ്മളെ കടന്നു പോകും. നാം വിജയശ്രീ ലാളിതനായി മാറും. നമ്മുടെ ജീവിതത്തിലും ജെറിക്കോ മതിൽ പോലെ ഉയർന്നു നിൽക്കുന്ന അനേകം പ്രശ്നങ്ങളുണ്ട്. ഇസ്രായേൽ ജനങ്ങൾ കർത്താവ് പറഞ്ഞതുപോലെ പ്രവർത്തിച്ചപ്പോൾ ജെറിക്കോ മതിൽ അവരുടെ മുമ്പിൽ തകർന്നു വീണതുപോലെ കർത്താവ് പറഞ്ഞ അനുസരിച്ച് നാം ജീവിക്കുകയും പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിലെ പ്രതിസന്ധികളും ജെറിക്കോ മതിൽ പോലെ താഴ്ന്നു വീഴും. നമ്മുടെ വഴികൾ സുരക്ഷിതമായിരിക്കും. നമ്മെ തടയുവാൻ ആർക്കും സാധ്യമല്ല. നമ്മുടെ വഴികളിൽ പ്രതിസന്ധി സൃഷ്ടിക്കുവാൻ ആർക്കും സാധ്യമല്ല. എന്തെന്നാൽ നാം ദൈവത്തിൻ്റെ മക്കളാകും. ആകയാൽ കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, ജീവിതത്തിലെ പ്രശ്നങ്ങൾ ജെറിക്കോ മതിൽ പോലെ ഉയർന്ന് ഞങ്ങളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ പതറാതെ ഇടറാതെ അവിടത്തോട് പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ജെറിക്കോ മതിൽ ഇസ്രായേൽ ജനങ്ങളുടെ മുമ്പിൽ തകർന്നു വീണതുപോലെ ഞങ്ങളുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഞങ്ങളുടെ മുമ്പിൽ തകർന്നു വീഴുന്നത് കാണുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അതെ, ഞങ്ങളുടെ ഹൃദയങ്ങൾ ഒരുക്കണമേ. പ്രാർത്ഥന കേട്ട കൃപയ്ക്കായി സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ